അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. ദേശമംഗലം തലശ്ശേരി MSA ബനാത്ത് യത്തീംഖാനയിൽ 4 അന്തേവാസികൾ മെയ് 2-ന് മംഗല്യവതികളാവും. ഇതോടെ സ്ഥാപനത്തിൽ നിന്നും വിവാഹിതരാകുന്നവരുടെ എണ്ണം 200 ആകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനാഥരും അഗതികളുമായ പെൺകുട്ടികളുടെ ആശ്രയ കേന്ദ്രമായ ദേശമംഗലം തലശ്ശേരി MSA ബനാത്ത് യത്തീംഖാനയിൽ മംഗല്യ സൗഭാഗ്യത്തിന്റെ നിറവ്. 4 അന്തേവാസികളുടെ വിവാഹവും പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമവും മെയ് 2-ാം തീയതി ശനിയാഴ്ച നടക്കും. 1993 പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിട്ട ഈ സ്ഥാപനം 100-ലധികം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നൽകി തൃശൂർ ജില്ലയിൽ മാതൃകയായി പ്രവർത്തിക്കുന്നു. ശനിയാഴ്ച രാവിലെ 10-ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 12-ന് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം നൽകും. VK ശ്രീകണ്ഠൻ MP, UR പ്രദീപ് MLA തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, ട്രഷറർ KM മുഹമ്മദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 1993 7 വിദ്യാർത്ഥിനികളെ കൊണ്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡൻ്റായി സമാരംഭം കുറിച്ച ഒരു മഹത് സ്ഥാപനം തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലം സമീപത്ത് തലശ്ശേരിയിൽ നടന്നു വരികയാണ്. MSA ബനാത്ത് യത്തീംഖാന എന്ന പേര്. ഇതിനകം 1500ഓളം കുട്ടികൾക്ക് അവരുടെ പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ജീവിത വഴികളിൽ ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ചെയ്യാനും സാധിക്കുന്ന വിധം സ്ഥാപനം അത്തരം കുട്ടികളെ ഏറ്റെടുത്ത്, അനാഥരും അഗതികളുമായിട്ടുള്ള പെൺകുട്ടികളെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട വിദ്യാഭ്യാസ സൗകര്യങ്ങളെല്ലാം തന്നെ നൽകി. ചില കുട്ടികളൊക്കെ തന്നെ മെഡിക്കൽ സയൻസിന്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സംവിധാനങ്ങൾക്ക്, അതുപോലെ ടീച്ചിങ് പ്രൊഫഷൻ പോലെയുള്ള പല കാര്യങ്ങൾക്കും നൽകാവുന്ന എല്ലാത്തരം സൗകര്യങ്ങളും നൽകി വളർത്തിക്കൊണ്ടുവരികയാണ്. ആ രീതിയിലുള്ള വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമായ എല്ലാവിധ സഹായവും സ്ഥാപനം നൽകുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മതപഠന കാര്യങ്ങളിൽ അവരെ ധാർമ്മികമായി ഉദ്ധരിക്കുകയും അവരെ അങ്ങനെ ആ രീതിയിലുള്ള ഒരു ധാർമ്മിക ബോധനം നൽകി തന്നെ വളർത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ സ്ഥാപനത്തിൽ നിലകൊള്ളുന്നത്. സ്ഥാപനം ഇതുവരെ ചെയ്തിട്ടുള്ള അതിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഈ പെൺകുട്ടികൾക്ക് അവരുടെ വിവാഹപ്രായം എത്തുമ്പോൾ അവരിൽ പലരെയും അവരുടെ കുടുംബങ്ങളുടെ സമ്മതപ്രകാരം അവർ തന്നെ നൽകുന്ന വരന്മാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാ പരമാവധി ചെലവുകളും ഏറ്റെടുത്തുകൊണ്ട് ആ രീതിയിലുള്ള വിവാഹ കർമ്മം ഇവിടെ നിന്ന് നടത്തി കൊടുക്കാറുണ്ട്. ആ രീതിയിൽ ഏതാണ്ട് 196ഓളം പെൺകുട്ടികൾ സുമംഗലികളായി അവരുടെ വൈവാഹ ജീവിതത്തിൻ്റെ സൗഭാഗ്യകാലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഈ വരുന്ന മെയ് 2-ാം തീയതി 4 പെൺകുട്ടികൾ വിവാഹിതരാകുകയാണ്. അതോടുകൂടെ ഈ കഴിഞ്ഞ കാലം അത്രയും നടത്തിയിട്ടുള്ള വിവാഹങ്ങളുടെ ഒരു പ്രത്യേകത, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അനാഥ അഗതി മന്ദിരങ്ങളിൽ ഇതുപോലെ ഒരു അനന്യമായ ഒരു രീതി അങ്ങനെ ഇത്രയും കുട്ടികൾക്ക് നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ഇത് സംശയം മാത്രമേ പറയാൻ കഴിയൂ. 200ഓളം കുട്ടികൾ സുമംഗലികളായി വരുന്നു എന്നതാണ് ഈ വരുന്ന 4 പെൺകുട്ടികൾ കൂടി വിവാഹിതരാകുമ്പോൾ ഉണ്ടാവാൻ പോകുന്നത്. ആ ഒരു കാര്യവും ആ സന്തോഷവും ആ മുഹൂർത്തവും നിങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഇന്ന് നമ്മൾ ഈ പത്രസമ്മേളനത്തിൽ ഇരിക്കുന്നത്. നമ്മുടെ പെൺകുട്ടികൾക്ക് ആവശ്യമായ പല രീതിയിൽ അവരുടെ പഠനം, ഭക്ഷണം, മറ്റു കാര്യങ്ങൾക്കൊക്കെ പിതൃതുല്യമായ ഒരു വലിയ ഹൃദയത്തോടു കൂടെ അവിടേക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ആ രീതിയിലാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. പെൺകുട്ടികളെന്ന നിലയിൽ അവർക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള കഴിവുകളും നൈപുണ്യവും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ആ സ്ഥാപനം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇന്ന് അതിൻ്റെ അഭിനന്ദനായ അധ്യക്ഷൻ, നിങ്ങൾക്കേവർക്കും അറിയുന്ന സമാദരണീയനായ കേരളത്തിലെ പൊതുസമൂഹം ഏറെ ആദരിക്കുന്ന, കേരളത്തിൻ്റെ ബഹുസ്വര സാമൂഹിക ഘടനയ്ക്ക് ഏറ്റവും വലിയ നേതൃത്വം നൽകുന്ന അഭിനന്ദനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൽ വെച്ച് നടക്കുന്ന ഈ വിവാഹ കർമ്മം
അഭിനന്ദനായ പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളാണ് അതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അതിൻ്റെ കൂടെ ആ ചടങ്ങിൽ പ്രഗത്ഭരായ നേതാക്കൾ വിശിഷ്യ VK ശ്രീകണ്ഠൻ MP, അതുപോലെ തന്നെ UR പ്രദീപ് MLA, അഡ്വക്കേറ്റ് VT ബൽറാം XMLA, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ മെമ്പർമാർ, സമീപ പ്രദേശങ്ങളിലെ മഹല്ല് ഖത്തീബുമാർ, മറ്റ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രഗത്ഭരായ ആളുകളെല്ലാവരും സംബന്ധിക്കുന്ന ഒരു വലിയ ഒരു പരിപാടിയും അതോടൊപ്പം തന്നെ ആ അർത്ഥത്തിലുള്ളൊരു വിവാഹ കർമ്മവുമാണ് അവിടെ നടക്കുന്നത്. നിങ്ങളുടെ എല്ലാ നിലയിലുമുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം, സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഇത്തവണ വിവാഹിതരാകുന്നതിലൊന്ന് കോയമ്പത്തൂർ സ്വദേശിനി ഷിഫ എന്ന കുട്ടിയാണ്. കുറ്റിപ്പുറം സ്വദേശി അബ്ദുൽ ഖാദർ എന്നതാണ് ആ പെൺകുട്ടിയുടെ വരൻ. അതുപോലെ തന്നെ തെക്കേപ്പൊറ്റയിൽ നിന്നുള്ള ഷിഫ ചേലക്കര സ്വദേശിയാണ്. പിന്നെ ഷിയാസാണ് വരൻ. അതുപോലെ തന്നെ അൻഫിദ വടക്കാഞ്ചേരി അബൂ താഹിറാണ് വരൻ. അതുപോലെ ഫിദ ഫാത്തിമ കോതച്ചിറ മുഹമ്മദ് റംഷാദാണ് വരൻ. ഈ രീതിയിൽ 4 പെൺകുട്ടികൾ വിവാഹിതരാകുന്നു. ഇക്കാര്യമാണ് പ്രത്യേകം നിങ്ങളെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം ഇവിടുന്ന് വിവാഹിതരായി പോയ, ഇവിടുന്ന് പഠനം പൂർത്തീകരിച്ച് പോയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമവും കൂടി 10 മണിക്ക് രാവിലെ നടക്കുന്നുണ്ട്. ഈ പരിപാടികളുടെയൊക്കെ വിജയത്തിൻ്റെ സാന്നിധ്യ സഹകരണങ്ങൾ നിങ്ങളേവരെയും പ്രത്യേകം ക്ഷണിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.